2025 ജനുവരി 20 അമേരിക്കൻ ഐക്യനാടുകളുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചടങ്ങിനിടെ ഫാമിലി ബൈബിളും പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ബൈബിളും ഉപയോഗിച്ച് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ബ്രെറ്റ് കാൻവോ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തൻ്റെ പ്രസംഗത്തിൽ ചരിത്രപരമായ വേഗതയും ശക്തിയും എന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു തരംഗം പുറപ്പെടുവിക്കുമെന്ന് ട്രംപ് പ്രതിജ്ഞയെടുത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഗവൺമെൻറ് കാര്യക്ഷമത വകുപ്പ് സ്ഥാപിക്കുക, ജോൺ എഫ് കെന്നഡിയുടെ 1963 കൊലപാതകവുമായി ബന്ധപ്പെട്ട രേഖകൾ തരംതിരിക്കുക എന്നിവ അദ്ദേഹത്തിൻ്റെ ആസൂത്രിത എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വിദേശ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഏകദേശം 50,000 അതിഥികൾ ആ ചടങ്ങിൽ പങ്കെടുത്തു. ഡൊണാൾഡ് ട്രംപിൻ്റെ ക്രൈസ്തവ പാരമ്പര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതപരമായ പശ്ചാത്തലവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും തമ്മിലുള്ള സങ്കീർണവും പലപ്പോഴും വൈരുദ്ധ്യാത്മകവുമായ ബന്ധത്താൽ അടയാളപ്പെടുത്തി. പ്രസ്ബിറ്റീരിയൻ ചർച്ചിൽ മാതാപിതാക്കളാൽ വളർന്ന ട്രംപ് പിന്നീട് മാൻഹട്ടനിലെ മാർബിൾ കൊളീജിയറ്റ് പള്ളിയിൽ ചേർന്നു. അവിടെ അദ്ദേഹം ക്രിസ്ത്യൻ പരിഷ്കരിച്ച മന്ത്രിയും എഴുത്തുകാരനുമായ നോർമൻ വിൻസെൻ്റ് പീലുമായി ബന്ധം വളർത്തിയെടുത്തു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തുന്നതിൽ ട്രംപിൻ്റെ മതപരമായ സ്വാധീനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഉദാഹരണത്തിന്, ഗർഭഛിദ്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പും യാഥാസ്ഥിതിക ന്യായാധിപന്മാർക്കുള്ള പിന്തുണയും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ നേതാക്കളുമായുള്ള ബന്ധത്താൽ സ്വാധീനിക്കപ്പെട്ടു. മനസാക്ഷിയുടെയും മതസ്വാതന്ത്ര്യ വിഭാഗത്തിൻ്റെയും രൂപീകരണം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണനയങ്ങളും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിച്ചു. എന്നിരുന്നാലും വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ട്രംപിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെ അടയാളപ്പെടുത്തി. കുടിയേറ്റം, വംശലിംഗഭേദം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാചാടോപങ്ങളും നയങ്ങളും പലപ്പോഴും അനുകമ്പ, സഹാനുഭൂതി, ഉൾച്ചേർക്കൽ തുടങ്ങിയ നിരവധി മതപാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുമായി വിരുദ്ധമായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ട്രംപ് സുവിശേഷകരായ ക്രിസ്ത്യൻ വോട്ടർമാരോട് ശക്തമായ അഭ്യർത്ഥന നിലനിർത്തി. അവർ അദ്ദേഹത്തെ അവരുടെ മൂല്യങ്ങളുടെയും താൽപ്പര്യങ്ങളുടെയും ചാമ്പ്യനായി കണ്ടു. അദ്ദേഹം പിൻപറ്റുന്ന പെന്തക്കോസ്ത് വിശ്വാസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും പ്രതിഫലിച്ചു. 2025 ജനുവരി 20 അധികാരമേറ്റതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേത് ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ളതാണ്. ട്രംപ് US മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചില കുടിയേറ്റക്കാർക്ക് അഭയം നിരോധിച്ചു. അഭയാർത്ഥി പ്രവേശനം താൽക്കാലികമായി നിർത്തി. മെക്സിക്കോയിൽ തുടരുക നയം പുനഃസ്ഥാപിച്ചു. രണ്ടാമത്തേത് ഗവൺമെൻറ് വർക്ക്ഫോഴ്സ് ആൻഡ് ഡൈവേഴ്സിറ്റി പ്രോഗ്രാമുകൾ. അദ്ദേഹം ഒരു ഫെഡറൽ നിയമം വരവിപ്പിച്ചു. ഫെഡറൽ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇക്വേഷൻ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. LGBTQ+ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ റദ്ദാക്കി. അതായത് ലെസ്ബിയൻ, ഗേ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെ നിരോധിക്കുന്ന തീരുമാനം അദ്ദേഹം എടുത്തു. അമേരിക്കയിൽ ഇനി 2 ജെൻഡർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് മെയിൽ ഓർ ഫീമെയിൽ മാത്രമായിരിക്കുമെന്നതാണ് അദ്ദേഹം എടുത്ത തീരുമാനം. ഊർജ പരിസ്ഥിതി നയങ്ങൾ. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും ആഭ്യന്തര ഊർജ ഉൽപ്പാദനം വിപുലീകരിക്കുന്നതിനായി ദേശീയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ജനുവരി 6 ക്യാപിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട് ഏകദേശം 1500 വ്യക്തികൾക്ക് അദ്ദേഹം മാപ്പ് നൽകുകയും മറ്റുള്ളവർക്കെതിരെയുള്ള തീർപ്പാക്കാത്ത കേസുകൾ തള്ളുകയും ചെയ്തു. ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പിൻവലിക്കുക ചെയ്തു. കൊറോണ കാലാവസ്ഥയിൽ ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പിൻവലിക്കുകയുണ്ടായി. കൊറോണ കാലഘട്ടത്തിൽ കൊറോണ
പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിനായി ആരോപിച്ചാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. സാമ്പത്തിക നയങ്ങളിൽ ജീവിത ചെലവ് പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പുവെച്ചു. കാനഡയിലും മെക്സിക്കോയിലും താരിഫ് ചുമത്താനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് 1946 ജൂൺ 14 ന്യൂയോർക്കിലെ ക്വീൻസിൽ ജനിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ 45-ാമതും 47-ാമതും പ്രസിഡൻ്റായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രെഡ് ട്രംപ് ഒരു വിജയകരമായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നു. അമ്മ മേരി ആൻ മാക്ലിയോയ്ഡ് ട്രംപ് ഒരു സ്കോട്ടിഷ് കുടിയേറ്റക്കാരിയായിരുന്നു. ട്രംപിൻ്റെ ആദ്യകാല ജീവിതം പ്രത്യേക അവകാശങ്ങളാലും അച്ചടക്കത്താലും അടയാളപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ന്യൂയോർക്ക് മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നു. അവിടെ അദ്ദേഹം അക്കാദമികമായും കായികപരമായും മികവ് പുലർത്തി. പിന്നീട് ഫോർഡാം യൂണിവേഴ്സിറ്റിയിലും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ വാൾട്ടൺ സ്കൂളിലും പഠിച്ച അദ്ദേഹം 1968 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 1970-കളിൽ തൻ്റെ പിതാവിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ചേർന്നതോടെയാണ് ട്രംപിൻ്റെ ബിസിനസ് ജീവിതം ആരംഭിച്ചത്. പിന്നീട് ട്രംപ് ഓർഗനൈസേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഹോട്ടലുകൾ, കാസിനോകൾ, ഗോൾഫ് കോഴ്സുകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനായി കമ്പനിയുടെ പോർട്ട്ഫോളിയോ വിപുലീകരിച്ച അദ്ദേഹം തൻ്റെ റിയാലിറ്റി TV ഷോ ദ അപ്രന്റീസിലൂടെ ഒരു വീട്ടുപേരായി മാറി. ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു ട്രംപിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. 2016 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ഒരു രാഷ്ട്രീയ പുറംജാതി ആയിരുന്നിട്ടും ഹിലരി ക്ലിൻ്റനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ടാക്സ് പരിഷ്കാരങ്ങൾ, കുടിയേറ്റ നിയന്ത്രണങ്ങൾ, സുപ്രീം കോടതി നിയമനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന നയങ്ങൾ ട്രംപ് തൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടപ്പാക്കി. ട്രംപിൻ്റെ വ്യക്തിജീവിതവും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇവാന ട്രംപ്, മാർല മാപ്പിൾസ്, മെലാനിയ ട്രംപ് എന്നിവരെ 3 തവണ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് 5 കുട്ടികളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം വിവിധ ബിസിനസ് സംരംഭങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളിലും പ്രസിഡൻസിയിലും അദ്ദേഹത്തിൻ്റെ മക്കൾ പലപ്പോഴും പ്രധാന പങ്ക് വഹിക്കുന്നു. തൻ്റെ കരിയറിൽ ഉടനീളം ട്രംപ് തൻ്റെ തുറന്ന വ്യക്തിത്വത്തിനും സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിനും പ്രേക്ഷകരെ ധ്രുവീകരിക്കാനുള്ള കഴിവിനും പേരുകേട്ടതാണ്. അവനെ സ്നേഹിക്കുക അല്ലെങ്കിൽ വെറുക്കുക, ഡൊണാൾഡ് ട്രംപ് നിസ്സംശയമായും അമേരിക്കൻ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചു. 1999 ട്രംപ് തൻ്റെ വോട്ടർ രജിസ്ട്രേഷൻ റിപ്പബ്ലിക്കിൽ നിന്ന് റിഫോം പാർട്ടിയിലേക്ക് മാറ്റുകയും ഒരു പ്രസിഡൻഷ്യൽ പര്യവേഷണ സമിതി സ്ഥാപിക്കുകയും ചെയ്തു. 2000 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. എന്നിരുന്നാലും പിന്നീട് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് വീണ്ടും ചേർന്നു. തൻ്റെ ജ്യേഷ്ഠൻ ഫ്രെഡിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടതിനെ തുടർന്നാണ് താൻ മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് പറഞ്ഞു. മദ്യപാനം 43 വയസ്സുള്ള തൻ്റെ സഹോദരനെ മരണത്തിലേക്ക് നയിച്ചു. 1989 ട്രംപ് മിൽട്ടൺ ബാഡ്ലി കമ്പനിയുമായി ചേർന്ന് ട്രംപ് ദി ഗെയിം എന്ന പേരിൽ ഒരു ബോർഡ് ഗെയിം പുറത്തിറങ്ങി. ഇത് ജനപ്രിയ റിയൽ എസ്റ്റേറ്റ് ബോർഡ് ഗെയിമായ മോണോപോളിയുമായി ചില സമാനതകൾ പങ്കിട്ടു. ട്രംപ് ബാൻഡഡ് ഗെയിം നിരാശാജനകമായ വിൽപ്പനയായിരുന്നു ഉണ്ടായിരുന്നത്. താമസിയാതെ അദ്ദേഹം ഇതിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം 15 വർഷത്തിന് ശേഷമാണ് റിയാലിറ്റി ടെലിവിഷൻ ഷോയായ ദി അപ്രന്റീസ് എന്ന നിലയിൽ ട്രംപ് വർദ്ധിച്ച പ്രശസ്തി കണ്ടെത്തിയത്.